8ാം ശമ്പള കമ്മീഷനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. ഡിസംബർ 31-ന് 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിക്കും. മാറ്റം വരുന്നതോടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ 35% വരെ വർധനവ് പ്രതീക്ഷിക്കാം. 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ സമീപകാലത്തായി പുറത്തുവരുന്നുണ്ട്. ശമ്പളം വർദ്ധിക്കുമെന്നും ഇല്ലെന്നും പലതരത്തിലുള്ള വാദങ്ങളും നടക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ജോലിയിൽ നിന്നും വിരമിച്ചവരും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ 8ാം ശമ്പള കമ്മീഷനു വേണ്ടി കാത്തിരിക്കുന്നത്. 2025 ധനകാര്യ നിയമപ്രകാരം വിരമിച്ചവർക്കുള്ള DA വർധനവ്, ശമ്പള കമ്മീഷൻ പരിഷ്കരണങ്ങൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് തെറ്റായ വാദമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് 2025 ഒക്ടോബർ 28-ന് വിജ്ഞാപനം ചെയ്തതിനാൽ 18 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് 2027 ഏപ്രിൽ മാസത്തിലായിരിക്കും. ശുപാർശകൾ അവലോകനം ചെയ്ത് നടപ്പിലാക്കാൻ സാധാരണയായി ഏകദേശം 6 മാസമാണ് സമയമെടുക്കുക. അങ്ങനെയെങ്കിൽ 2027 അവസാനമോ 2028 തുടക്കമോ ആയിരിക്കും 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത്. 2026 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും സർക്കാർ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നതിനാൽ തന്നെ ആകാംക്ഷ കൂടുതലാണ്. നിലവിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം അടുത്ത ശമ്പള കമ്മീഷൻ വരുമെന്നും അതിലൂടെ ജീവനക്കാർക്ക് നേട്ടം ലഭിക്കുമെന്നാണ് കൃത്യമായി പറയുന്നത്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ മാസം 31-ന് അവസാനിക്കും. ഇനി ശമ്പളത്തിന്റെ മാറ്റം വരുത്തണമെങ്കിൽ 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ ലഭിക്കുകയും സർക്കാർ അംഗീകരിക്കുകയും വേണം. അതിന് മാസങ്ങളെടുക്കും. എന്നാൽ ഇക്കാലയളവിൽ കുടിശ്ശിക കിട്ടുമോ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. അങ്ങനെയെങ്കിൽ എത്ര രൂപ കിട്ടുമെന്നുമുണ്ട്. ഓരോ 10 വർഷത്തിലാണ് ഒരു ശമ്പള കമ്മീഷൻ മാറി വരുന്നത്. 2006 മുതൽ 2015 വരെയായിരുന്നു 6ാം ശമ്പള കമ്മീഷന്റെ കാലാവധി. 2016 മുതൽ ശമ്പളം നൽകുന്നതിന് 7ാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശങ്ങളാണ് പരിഗണിച്ചത്. റിപ്പോർട്ട് നടപ്പാക്കിയത് 2016 ജൂലൈയിലായിരുന്നു. എങ്കിലും ജനുവരി മുതൽ മുൻകാല പ്രാബല്യം സർക്കാർ അനുവദിച്ചു. അത് ജീവനക്കാർക്ക് വലിയ നേട്ടമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. 6ാം ശമ്പള കമ്മീഷനിൽ ശരാശരി 40%, 7ാം ശമ്പള കമ്മീഷനിൽ 23 മുതൽ 25% വരെയായിരുന്നു വർധനവ് രേഖപ്പെടുത്തിയത്. 8ാം ശമ്പള കമ്മീഷനിൽ 20% മുതൽ 35% വരെ ശമ്പള വർധനവുണ്ടായേക്കാമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.4-നും 3.0-നും ഇടയിലായിരിക്കും. ഇത് ഗണ്യമായ വർധനവിന് കാരണമാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മിനിമം എൻട്രി ലെവലുകളിലെ ജീവനക്കാർക്ക് ഇത് ആശ്വാസകരമായിരിക്കും. അടുത്ത 12-18 മാസത്തെ പണപ്പെരുപ്പം, 16ാം ധനകാര്യ കമ്മീഷന് ശേഷമുള്ള സാമ്പത്തിക ഇടം, സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും അന്തിമ ശമ്പള വർധനവ് തീരുമാനിക്കുന്നത്. അലവൻസുകളിലും DA പുനഃക്രമീകരണത്തിലും സർക്കാർ ബാലൻസ്ഡ് ആയ സമീപനം സ്വീകരിക്കാനാണ് സാധ്യതയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.